നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതല്ല പ്രശ്നം, പലപ്പോഴും ഇംഗ്ലീഷ് ഉപയോഗിച്ച് ശീലമില്ലാത്തതാണ് പ്രശ്നം അല്ലേ. പൊതുവേ നമ്മുടെ ആളുകൾക്ക് ഡിഗ്രി കഴിഞ്ഞവരാവട്ടെ അല്ലെങ്കിൽ PG കഴിഞ്ഞവരാവട്ടെ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും എല്ലാം അറിയാം. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 7 ദിവസം നമ്മളിവിടെ താമസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും കൊച്ചിയിലൊക്കെ അത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഒരു ആംബിയൻസ് നമുക്ക് ഒരുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ മിനി ക്യാമ്പസിലാണ്. എല്ലാം കൊണ്ടും വളരെ കാമായിട്ടുള്ള, ഈവൻ ഇത് ലുലുവിൻ്റെ അടുത്താണ് നമ്മളെ ക്യാമ്പസ് ഉള്ളത്. പക്ഷേ നമുക്ക് ഒരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഹോംലി ഫുഡ്, അതുപോലെ തന്നെ നല്ല അക്കോമഡേഷൻ, AC അക്കോമഡേഷൻ, എല്ലാ സൗകര്യവും എല്ലാം വേണ്ട. 7 ദിവസത്തെ AC അക്കോമഡേഷൻ, ഫുഡ്, അതുപോലെ തന്നെ കോഴ്സ് മെറ്റീരിയൽസ്, സർട്ടിഫിക്കറ്റ് എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ അടക്കിയിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നാഗ്പൂരിൽ നിന്ന് 2 ലേഡീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, സർ, when they get into the campus they get a positive vibe and a positive energy എന്നുള്ളതാണ്. പുള്ളി ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പം we were really happy to hear that. അപ്പം whoever comes, I mean, be it Keralite or non-Keralite, everyone is satisfied with the ambience and the facilities over here. What we believe is the best way to learn a language is learning it from a context where it's spoken. So we have set up here an English speaking environment where you can use and practice English, and when you eat you learn about eating food, and when you play you learn English related to sports and all. So we can learn English like a contextualized language learning. That's what we call it, contextualized language learning. So we can learn English from context, and what we believe is using is learning, and you can learn a language by using it. So it's a skill, like speaking English is a skill, like driving or swimming. So what is the best way to learn driving? It's easy. You get in the seat and start driving. So this is a skill, and the same way we can learn English. And so this is what we believe. I mean, using is learning. So this environment is ready here, or this ambience we have set up here. It will definitely help you learn English from every context. ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ നമുക്ക് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കളിക്കാനുള്ള ഗ്രൗണ്ട് നമുക്കിവിടെ, ചെറിയ ഗ്രൗണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് നമുക്കിവിടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ഇവിടെ നമുക്ക് ഒരു റൂമിനകത്ത് 4 പേരാണ് വരുന്നത്. AC റൂമാണ്. ലേഡീസിന് നമുക്ക് സെപ്പറേറ്റ്, നമുക്ക് പുറത്ത് അക്കോമഡേഷൻ അവർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ലേഡീസിനകത്ത് കുറച്ച് പേര് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അവരെ സെപ്പറേറ്റ് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അലോങ് വിത്ത് നമുക്ക് അവരെ കെയർ ടേക്കേഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾ, വാഷിങ്ങിനുള്ള സൗകര്യങ്ങൾ, പിന്നെ അങ്ങനെ ഒരു 7 ദിവസം നിങ്ങൾക്ക് ഒരു ക്യാമ്പ് പോലെ 7 ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ബോറടിക്കാത്ത വിധമുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മുടെ കൊച്ചി ക്യാമ്പസ് ഉള്ളത്. പിന്നെ നമുക്ക് 1.5 മണിക്കൂറുള്ള സെഷൻസാണ് വരുന്നത്. 1.5 മണിക്കൂർ, അതായത് റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 7 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 1.5 മണിക്കൂറുള്ള സെഷൻസാണ്. 6 സെഷൻസാണ് വരുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂറുള്ള സെഷൻ, അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇവിടെ സമയം ചെലവഴിക്കുന്നത് നടക്കാനും ഇരിക്കാനും മറ്റു ചായ കുടിക്കാനൊക്കെ സമയം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ്, നമ്മുടെ നാവിലൂടെ ഇംഗ്ലീഷ് മാത്രമേ വരുന്നു നമ്മൾ ഉറപ്പുവരുത്തും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് 7 ദിവസം ഈ ഒരു 7 ദിവസം നമ്മുടെ ജീവിതത്തിലെ ഒരു 7 ദിവസം ഒരു ഇംഗ്ലീഷ് വേണ്ടി മാറ്റി വെക്കുക. അതോടുകൂടി നമ്മൾ തെറ്റില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് കേപ്പബിൾ ആവുക, അല്ലെങ്കിൽ നമ്മൾ കേപ്പബിൾ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ കൊച്ചിയിൽ നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. എസ്പെഷ്യലി ഈ 7 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് വൺ ഓഫ് മെനി പ്രോഗ്രാംസ്. നമുക്ക് ഇവിടെ 7 ദിവസം റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് പുറമെ 14 ദിവസത്തെ പ്രോഗ്രാമുണ്ട്. അത് 2 വീക്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 7 റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അതിന് പുറമെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 14 ദിവസം വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ചില ആളുകൾക്ക് വളരെ പൂറായ ആളുകൾ, അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനും അത്രയും പൂറ ആളുകളാണെങ്കിൽ അവർക്ക് 14 ദിവസത്തെ പ്രോഗ്രാമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു 7 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ പുറമെ ഒരു 3 ദിവസം അഡ്വാൻസ് ട്രെയിനിങ് കൂടി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഈ ഒരു 7 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 3 ദിവസം കൂടി വന്ന് ഇതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ട് കൂടി അറ്റൻഡ് ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസി ബന്ധപ്പെട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട്. പിന്നെ മാത്രമല്ല നമുക്ക് റെഗുലർ ക്ലാസ്സുകളുണ്ട് ഇവിടെ. 1.5 മണിക്കൂർ, 2 മണിക്കൂർ
3 മണിക്കൂർ വീതമുള്ള ആളുകളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ബാച്ചുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ വീതമുള്ള പ്രോഗ്രാംസ് നമുക്ക് ഈവനിങ് അതുപോലെ തന്നെ മോർണിംഗ് സൺഡേസിൽ ആ രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി താമസിക്കാൻ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇപ്പോൾ കൊച്ചിയിലും ഈ പരിസരത്തൊക്കെ ആളുകൾ താമസിക്കുന്ന വന്നു പോകാൻ പറ്റുന്ന ആളാണെങ്കിൽ തീർച്ചയായും അവർക്ക് 3 മണിക്കൂർ വീതമുള്ള പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട് സാധാരണ. പിന്നെ IELTS പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് IELTS ട്രെയിനിങ് ഉണ്ട്. IELTS ട്രെയിനിങ് വരുന്നത് നമുക്ക് 10 ദിവസത്തെ പ്രോഗ്രാമാണ്, റെസിഡൻഷ്യൽ പ്രോഗ്രാം. റെഗുലർ ആണെങ്കിൽ നമുക്ക് അത് ഒരു മാസത്തെ പ്രോഗ്രാമാണ്. ഒരു മാസം എത്ര നിങ്ങൾക്ക് എത്ര വേണം അത്രയും നമുക്ക് ഡ്യൂറേഷൻ നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അപ്പോൾ IELTSന് പുറമെ നമുക്ക് ബിസിനസ് ഇംഗ്ലീഷ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ട്രെയിനിങ് ഉണ്ട് നമുക്കതൊരു 3 ഡേ ആണ് വരുന്നത്. 3 ഡേ ആക്സെൻറ്റ് ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഈ ഒരു ക്യാമ്പസിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പുറത്ത് നമുക്ക് പ്രോജക്ട്സുകളുണ്ട്. ഇപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, നമ്മുടെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ക്യാമ്പസ് ആംഗ്ലിസൈസേഷൻ പ്രോഗ്രാം. അതായത് ക്യാമ്പസിൽ മൊത്തം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് എസ്പെഷ്യലി ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയൺമെൻറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ട്രെയിനിങ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് പുറത്ത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഹെഡ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന കൊച്ചിയിലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഹെഡ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അവരുടെ കോർപ്പറേറ്റ് ഇംഗ്ലീഷ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ക്ലയൻറ്റാണ്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ, അപ്പോൾ ഈ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിലോട്ടും അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സിലോട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ഓൺലൈനിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓൺലൈൻ ചെയ്യുന്നത് നമ്മൾ വാട്സപ്പ് വഴിയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് അല്ല നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, വീഡിയോ ക്ലാസ്സാണ്, ലൈവ് വീഡിയോ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 25ഓളം ബാച്ച് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു ഓൺലൈൻ ട്രെയിനിങ്ങിൽ. നമുക്ക് IELTS ട്രെയിനിങ് ആണെങ്കിൽ 40 ദിവസത്തെ പ്രോഗ്രാമാണ് വരുന്നത്. ഇംഗ്ലീഷ് ഫ്ലുവൻസി ട്രെയിനിങ് ആണെങ്കിൽ വരുന്നത് 40 ദിവസത്തെ പ്രോഗ്രാമാണ് വരുന്നത്. ഓൺലൈനായിട്ട് ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ വാട്സപ്പ് കോഴ്സ് പോലെയല്ല, ഇത് നിങ്ങൾക്ക് വോയിസ് ഇങ്ങോട്ട് അയച്ച് അങ്ങനത്തെ ഒരു പ്രോഗ്രാമല്ല ഇത്. ലൈവായിട്ട് 1 മണിക്കൂർ നമ്മൾ ഇതിനുവേണ്ടി ചിലവഴിക്കുക, അങ്ങനെ ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അത് നമുക്ക് ഈ റെസിഡൻഷ്യൽ റെഗുലറായിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും ചലഞ്ചിങ് ആണ്. നമ്മൾ ആ ഒരു കോഴ്സിന് ചേർന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിന് ഒരുപാട് വർക്ക് ചെയ്യണം. അപ്പോൾ ലൈവ് വീഡിയോ ക്ലാസ് ആകുമ്പോൾ ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സാധാരണ വാട്സപ്പ് കോഴ്സിനേക്കാൾ നിങ്ങൾക്ക് 100% നമുക്ക് റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ കോഴ്സുകൾ നമുക്കുള്ളത്. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സുകളുണ്ട്. നമുക്ക് പുതിയ ബാച്ച് ഇപ്പോൾ 29-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു 10 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. 5 ഡേയ്സ് 2 സ്പെല്ലായിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. 5 ഡേയ്സ് ആൻഡ് 5 ഡേയ്സ് ആ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് മാറുന്ന ആളുകൾക്ക് നമുക്ക് ഒരു പ്ലേസ്മെൻറ്റ് കൂടി നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നമ്മുടെ പ്രോജക്ട്സുകളിൽ അവർക്ക് ഭാഗമാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ട്രെയിനിങ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ അവർക്ക് പ്ലേസ്മെൻറ്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ശരിക്കൊരു ജോബ് ഗ്യാരണ്ടിയുടെ പ്രോഗ്രാമാണ്. എസ്പെഷ്യലി BA ഗ്രാജുവേറ്റ്സിനൊക്കെ അവർക്ക് ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇനി മാത്രമല്ല ഇവിടെ പഠിപ്പിക്കണം എന്നല്ല, പുറത്ത് അവർക്ക് എവിടെ പോയിട്ട് അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യാം എന്നുള്ളതിൻ്റെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണത്. ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബാച്ച് മാക്സിമം 10 പേര് എടുക്കുന്ന ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, ഓൺലൈൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കോഴ്സിനെ പറ്റി പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെറും കേരളക്കാർക്ക് മാത്രമുള്ളൊരു കോഴ്സല്ല. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് സ്റ്റുഡൻസ് വരാറുണ്ട്. ബോംബെ, നാഗ്പൂർ എല്ലാ ഭാഗത്തും നമുക്ക് സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ ബോംബെ സ്റ്റുഡൻസ് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആളുകൾക്ക് ഇംഗ്ലീഷെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഹിന്ദി അറിയില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു നിർബന്ധിതമായിട്ട് ഇവിടെ ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് അതിന് പണിഷ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഈ ഒരു ഓപ്ഷനുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നാവിലൂടെ നമുക്ക് ലാംഗ്വേജ് ആ രീതിയിലോട്ട് മാറുന്നു, ആ കൾച്ചറിലോട്ട് മാറുന്നുള്ളതാണ്. രാവിലെ 6 മണിക്കാണ് എണീക്കുക നമുക്ക്. അപ്പോൾ ഈ 7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് റൂട്ടീനായിട്ട് മാറും. ഇപ്പോൾ നേരത്തെ 8 മണിക്കും 10 മണിക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ 7 ദിവസം ഇങ്ങനെ നേരത്തെ എണീക്കുന്നു. ആ ഒരു ഷെഡ്യൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഹോബീസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ 7 ദിവസം റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ പുറമെ നമുക്കൊരു 7 ദിവസത്തെ ഓൺലൈൻ ഫ്രീ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അത് നമ്മൾ ഓൺലൈനാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ മൊത്തം 14 ദിവസമാണ് ആക്ച്വൽ ഡ്യൂറേഷൻ വരുന്നത് നമ്മൾ ഈ ഒരു 7 ഡേ ഇംഗ്ലീഷ് ഫ്ലുവൻസി ട്രെയിനിങ്ങിന്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ അവർക്കൊരു കോമൺ ക്ലബ്ബുണ്ട്, നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്ബുണ്ട്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ മാസവും നമുക്കൊരു 1 ഫോളോ അപ്പ് ക്ലാസ് കൊടുക്കാറുണ്ട്. അത് നമ്മൾ പറയാറ് അപ്ഡേറ്റ് എന്നാണ് പറയുന്നത്. എല്ലാ മാസവും നമുക്ക് ഒരു ഞായറാഴ്ച 1 മണിക്കൂർ നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ ബ്രിഡ്സിനും വിളിച്ച് നമുക്ക് അവർ ഓൺലൈനിൽ ഒരു സെഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്കൊരു നിങ്ങൾ വന്ന് ഇംഗ്ലീഷ് പഠിച്ചു പോകുന്നല്ല,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈഫ് ടൈം ലാംഗ്വേജ് അസിസ്റ്റൻസ് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ലാംഗ്വേജ് പഠിക്കാൻ പോകരുത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്ക് ഫർദർ സപ്പോർട്ട്, ഇപ്പം ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് നമുക്ക് അവരുടെ ലാംഗ്വേജ് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലോ അവർക്ക് ഒരു ഫ്യൂച്ചർ ഹെൽപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഗ്യാരണ്ടി ചെയ്യാറുണ്ട്. എനിവേ, ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു.